ഇന്ത്യൻ കുടുംബങ്ങൾ തങ്ങളുടെ പക്കലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതിനേക്കാൾ പണയം വെക്കാൻ താല്പര്യപ്പെടുന്നു എന്ന പുതിയ പ്രവണതയാണ് നിലവിൽ വിപണിയിൽ ദൃശ്യമാകുന്നത്. സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ ആസ്തി കൈവിടാതെ തന്നെ പണലഭ്യത ഉറപ്പാക്കാനാണ് സാധാരണക്കാർ ശ്രമിക്കുന്നത്. 2025 ജനുവരിയിൽ 10 ഗ്രാമിന് 76,750 രൂപയായിരുന്ന വില 2026 ഫെബ്രുവരിയിൽ 1.5 ലക്ഷം രൂപ കടന്ന് വായ്പാശേഷി വർദ്ധിപ്പിച്ചു. സ്വർണത്തെ വെറുമൊരു ആഭരണമായി മാത്രം കാണാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു സുരക്ഷിത നിക്ഷേപമായും അസറ്റായും ഒക്കെ മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കുടുംബങ്ങൾ ഇന്ന് സജീവമായി കണ്ടുവരുന്നുണ്ട്. സ്വർണ്ണവിലയിലെ റെക്കോർഡ് കുതിപ്പ് സ്വർണ്ണ പണയ വായ്പകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി. വിലയിലെ വർധനവ് നിക്ഷേപ ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കുടുംബങ്ങൾ വിലപിടിപ്പുള്ള ആസ്തികൾ വിൽക്കാതെ തന്നെ പണലഭ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ സ്വർണത്തെ അടിസ്ഥാനമാക്കിയുള്ള വായ്പകളിൽ കുത്തനെ വർധനവിന് കാരണമായിട്ടുണ്ട്. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയപ്പോൾ അത് വാങ്ങൽ രീതികളെയും കടം വാങ്ങുന്ന രീതികളെയും ഒരുപോലെ മാറ്റിമറിച്ചു. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഡേറ്റ കാണിക്കുന്നതനുസരിച്ച് 2025 ആഭരണങ്ങളുടെ ആവശ്യം 12% കുറഞ്ഞുവെന്നാണ്. നിക്ഷേപ ആവശ്യകത മൂല്യത്തിൽ 73% വർദ്ധിച്ചപ്പോൾ സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രെൻഡ് ഫണ്ടുകൾ നിക്ഷേപത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചു. അതേസമയം വേഗതയിലുള്ള പണലഭ്യത തേടുന്ന കുടുംബങ്ങൾക്ക് സ്വർണ്ണ വായ്പകൾ ഒരു പ്രധാന മാർഗമായി ഉയർന്നു വന്നിട്ടുണ്ട്. കണക്കുകൾ അനുസരിച്ച് 2025 നവംബർ വരെ സ്വർണ്ണ വായ്പ പോർട്ട്ഫോളിയോ കുടിശ്ശിക 41.9% വാർഷികാടിസ്ഥാനത്തിൽ വർദ്ധിച്ചു. മൊത്തത്തിലുള്ള റീറ്റെയിൽ വായ്പകളിൽ രേഖപ്പെടുത്തിയ 18% വളർച്ചയുടെ ഇരട്ടിയിലധികമാണിത്.